ഇതെന്ത് പണിയാ കാണിച്ച? നിങ്ങളെ തപ്പി ഞാൻ ഇവിടെയൊക്കെ നടന്നെന്നറിയാം. എന്തിന് വന്നേ, നന്ദി പറയണ എന്നോട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെ അന്വേഷിച്ചല്ലേ നിങ്ങൾ നടക്കുന്നത്, പിന്നെ എന്തിനാ കിടന്ന് കാണുന്നത്? നിങ്ങൾ ഒരാളെ കണ്ടുപിടിച്ചോ, ഒന്ന് കടന്നു പോകുന്നുണ്ടോ? ഒരാഴ്ച അവിടെ സ്പെൻഡ് ചെയ്യാൻ. അവിടെ മാത്രമല്ല, തൃപ്പൂണിത്തുറ റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്യാൻ. ഒരാഴ്ചക്ക് അയാളുടെ ശമ്പളം നിങ്ങൾ തീരുമാനിച്ചോ? ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ. ഞാൻ കൊടുക്കാം. ഈച്ചനെ കണ്ടുപിടിക്കാനാണോ? കണ്ടുപിടിക്കും സാറേ. നിങ്ങൾ എന്തിനാവശ്യമില്ലാത്തൊക്കെ തട്ടിക്കൊണ്ട് വരുന്നത്? ഈച്ചയുടെ കാര്യത്തിൽ അവിടെ ഈച്ച ഇല്ലാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വേണ്ട വേണ്ട, ഇവനെ വിട്ടുകളി. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, താൻ ഇത്ര വലിയ തെണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലോ. അൾട്ടിമേറ്റ് ചെറ്റേ, നിങ്ങൾ നാളെ അവിടെ പോയാൽ പോവാൻ പറ. ഗഡ്സില്ലാത്ത തെണ്ടി ആണാണ് പോലും ആണ്. നിങ്ങൾക്ക് ഏതൊരു സാധാരണ കൊച്ചിയിലെ ഒരു ബിൽഡിങ്ങിൽ കാണുന്നതിൽ കൂടുതൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ച ഈ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. എന്ത് അവിടെ വന്ന് നോക്കൂ, ഈച്ചനെ കാണാൻ പറ്റുന്നത് കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോ അടിപൊളി, കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. പക്ഷെ ഇപ്പൊ അതാ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ മാറ്റമുണ്ട്. കാരണം കൊച്ചിയിലെ കാണാൻ പറ്റുന്ന ഈച്ചയുടെ ക്രമാതീതമായിട്ടുള്ള കണക്കിനേക്കാൾ കൂടുതൽ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് എത്തിയില്ല അത്. ഒരു സെക്കൻഡ്, പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഈച്ച വേണ്ട, ഒരു പാറ്റ പറയാ, ആ വിവരം ഞാൻ അറിയും. കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിലല്ല. ഉണ്ടോയി പൂച്ചയായിട്ട് വെല്ലോടത്തും നടയടാ വർത്താനം പറയാൻ നടക്കണം. നിങ്ങളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്ക് അതിനും കൂടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ മെനക്കെടാന്നാണ്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച ഇങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടില്ല. നീ ഒന്നും പണയണ്ട. ഓക്കെ, അങ്ങനെ ഇതൊക്കെ ഹെൽപ്പാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ.